കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ടേംസിലാണ് പഠിച്ചത്. ഈ ചാപ്റ്ററിൽ നമ്മൾ എനർജിയുടെ ടേംസിലാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഏത് ടൈപ്പ് ക്വാണ്ടിറ്റി ആയിരുന്നു? വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരുന്നു. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ പല സിറ്റുവേഷൻസിലും നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനേക്കാളും എളുപ്പത്തിൽ ഈസി ആയിട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ടേമിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പഠിക്കുന്നുണ്ട്. ഇലക്ട്രിക് ചാർജ് എവിടെ നിന്ന് എവിടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്? ഫ്രം എ ചാർജ്ഡ് ബോഡി അറ്റ് ഹയർ പൊട്ടൻഷ്യൽ ടു എ ബോഡി അറ്റ് ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ പേരെന്താ നോക്കാം. സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അതിൽ നമ്മൾ ആദ്യമായിട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താ നോക്കാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ in bringing a unit positive charge from infinity to that point against the field. അതായത് ഇലക്ട്രിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്ത് കൊണ്ടുവരുന്നു? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരുന്നു. എവിടെ നിന്ന് കൊണ്ടുവരുന്നു? ഫ്രം ഇൻഫിനിറ്റി. അപ്പോൾ നോക്കിക്കേ, ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചാർജിനെ മൂവ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എന്ത് വേണം? അവിടെ ഒരു വർക്ക് വേണം, വേണ്ടേ? ഈ വർക്കാണ് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പൊട്ടൻഷ്യലായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ഒരു പ്ലസ് ചാർജ് ഇവിടെ ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചോളൂ. ഒരു പ്ലസ് ചാർജ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? ഔട്ട് വേ ഡിറക്ഷൻ ആയിരിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങ് ദൂരെ നിന്ന് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റ് ചാർജിനെ എവിടേക്ക് കൊണ്ടുവരികയാണ്? ഈ പി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നോക്കൂ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് നമ്മൾ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ എന്ത് വേണം? ഒരു വർക്ക് നമ്മൾ ചെയ്യണം. ഈ ചാർജിൽ നിന്ന് നോക്കിക്കേ, ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടുന്നതനുസരിച്ച് ഉറപ്പായിട്ടും ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞ് അറ്റ് ഇൻഫിനിറ്റിയിൽ, കാരണം എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ പ്രപ്പോർഷണൽ ടു 1/r² എന്ന് പഠിച്ചിട്ടുണ്ട്, അല്ലേ, കഴിഞ്ഞ ചാപ്റ്ററിൽ. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസ് കുറഞ്ഞ് അറ്റ് ഇൻഫിനിറ്റി ആവുമ്പോൾ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്തായിട്ട് വരുന്നത്? 0 ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ചെയ്യുന്ന വർക്കാണ് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന് ഇക്വേഷനായിട്ട് കൊടുക്കാം. പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് വി, പൊട്ടൻഷ്യലിന് നമ്മൾ കൊടുക്കുന്ന സിമ്പൽ ക്യാപിറ്റൽ വി ആണ്. അപ്പോൾ വി ദറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ്. വി ഈക്വൽസ് വർക്ക് ബൈ ചാർജ്, W/Q. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും പെട്ടെന്ന് യൂണിറ്റിലേക്ക് കിടക്കാം. എന്തായിരിക്കും യൂണിറ്റ്? വർക്കിൻ്റെ യൂണിറ്റ് എന്താ? ജൂൾ. ചാർജിൻ്റെ യൂണിറ്റ് കൂളം. അപ്പോൾ ജൂൾ പെർ കൂളം. ഓർ നമ്മൾ സാധാരണ പറയുന്ന യൂണിറ്റാണ് വോൾട്ട്, അല്ലെങ്കിൽ കൊടുക്കുന്ന സിമ്പൽ ക്യാപിറ്റൽ വി. ഓർത്തിരിക്കുക. ഇനി നോക്കൂ, വർക്ക് ഏത് ടൈപ്പ് ക്വാണ്ടിറ്റിയാണ് നമുക്കറിയാം. വർക്ക് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ചാർജ് ഏത് ടൈപ്പ് ക്വാണ്ടിറ്റിയാണ്? ചാർജും സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഏത് ടൈപ്പ് ക്വാണ്ടിറ്റിയാണ്? സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഓർത്തിരിക്കുക. എന്തായിരിക്കും ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല? ഡയമെൻഷൻ ഫോർമുല ഒന്ന് എഴുതി നോക്കാം. വർക്കിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്താ? ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്, അല്ലേ? mL² T⁻² ഡിവൈഡഡ് ബൈ ചാർജിൻ്റെ ഡയമെൻഷൻ ഫോർമുല എന്താ?
Q ഈക്വൽസ് I ഇൻറ്റു ടി എന്നല്ലേ. അപ്പോൾ കറൻറ്റിന് നമ്മൾ എ എന്നുള്ള സിമ്പിളാണ് കൊടുക്കുന്നത്, എ ഇൻറ്റു ടി. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? എം എൽ സ്ക്വയർ, ഇവിടെ ടി റേസ് ടു -2 ഉണ്ട്, ഈ ടി റേസ് ടു 1 മുകളിലേക്ക് വരുമ്പോൾ ടി റേസ് ടു -1, അപ്പോൾ ടോട്ടൽ ടി റേസ് ടു -3 എ റേസ് ടു -1. ഡയമെൻഷൻ ഫോർമുലയും കൂടി ഒന്ന് ഓർത്തിരിക്കണേ. എം എൽ സ്ക്വയർ ടി റേസ് ടു -3 എ റേസ് ടു -1. അടുത്തതായിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് എന്താ നോക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. അപ്പോൾ 2 പോയിൻറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ in bringing a unit positive charge from one point to another point against the electric field. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ ചെയ്യുന്ന വർക്കാണ് എന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 പോയിൻറ്റ്സ്. എങ്ങനെ നമ്മൾ മൂവ് ചെയ്യിക്കുന്നത്? എഗെയിൻസ്റ്റ് ദ ഫീൽഡ്. അപ്പോൾ നോക്കിക്കേ, 2 പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ്. എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ വി എ, ബി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ വി ബി. ഇപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ നമ്മൾ മൂവ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ആ ചെയ്യുന്ന വർക്കിന് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ഡബ്ല്യു എ ബി എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഇക്വേഷനായിട്ട് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, സഫിക്സിൽ എ ബി എന്ന് പറഞ്ഞു കൊടുക്കാം. വി എ ബി ദറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ചാർജ് എന്നല്ല നമ്മുടെ ഇക്വേഷൻ. ഹിയർ ഡബ്ല്യു എ ബി ഡിവൈഡഡ് ബൈ ക്യൂ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് എ ആൻഡ് ബി നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, വി എ ബി ദറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു എ ബി ബൈ ക്യൂ. ഇവിടെ കിട്ടിയോ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം one point to another point against the electric field. ഇവിടെയും യൂണിറ്റ് എന്ത് തന്നെയായിരിക്കും? വർക്ക് ബൈ ചാർജ് അല്ലേ? യൂണിറ്റ് ജൂൾ പെർ കൂളം, ഓർ മറ്റൊരു യൂണിറ്റാണ് വോൾട്ട് എന്ന് പറയുന്നത്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഏത് ടൈപ്പ് ക്വാണ്ടിറ്റി തന്നെയാണ്? ഇതും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി തന്നെയാണ്. കിട്ടിയോ? വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് 1 വോൾട്ട് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. 1 വോൾട്ട് എന്ന് പറയുന്ന എന്തായിരിക്കും? 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഈസ് 1 വോൾട്ട് ഇഫ് an amount of work done എത്രയാണ്? 1 ജൂൾ ഈസ് നീഡഡ് ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം one point to another point against the electric field. അതായത് 1 വോൾട്ട് എന്ന് പറയുന്നത് എന്താ? ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു 1 കൂളം ചാർജിനെ മൂവ് ചെയ്യാൻ നമ്മൾ ചെയ്ത വർക്ക് എത്രയായിരിക്കും? 1 ജൂൾ ആയിരിക്കും എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ്. അടുത്തായിട്ട് നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് പഠിച്ചിരുന്നു. എന്തായിരുന്നു ഇക്വേഷൻ? ഇ ഈക്വൽസ് 1/4πε0 Q by r സ്ക്വയർ. അത് ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ഒരു പോയിന്റ് ചാർജ് എടുക്കാം. ഇതാണ് നമ്മുടെ പോയിന്റ് ചാർജ്, Q എന്ന് പറയുന്ന പോയിന്റ് ചാർജ്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ പോയിന്റ് O. O എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മുടെ ആ പോയിന്റ് ചാർജ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് ചാർജിൽ നിന്ന് ഒരു r ഡിസ്റ്റൻസ് അകലത്തിൽ നമ്മുടെ പോയിന്റ് ഉണ്ട്, P എന്ന് പറയുന്ന പോയിന്റ്. P എന്ന് പറയുന്ന പോയിന്റ് r ഡിസ്റ്റൻസ് അകലത്തിലാണ് ഇരിക്കുന്നത്. ആണല്ലോ, നമ്മൾ എടുത്തിരിക്കുന്ന പ്ലസ് ചാർജ് ആണ്. ഉറപ്പായിട്ടും അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? ഔട്ട്വേർഡ് ഡിറക്ഷൻ ആയിരിക്കും. ആണല്ലോ. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താ? ആ പോയിന്റ് പിയിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യണം വേണ്ടേ? അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്?
It is the amount of work done in bringing a unit positive charge from where? From infinity. യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ആ പോയിന്റിലേക്ക്, നമ്മുടെ പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ചെയ്യുന്ന വർക്കാണ് ആ പി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് പി ഡ്യൂ ടു ഈ പ്ലസ് ക്യൂ ചാർജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ in bringing a unit positive charge from infinity to that point P against the electric field. അല്ലേ, ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്, നമ്മളെങ്ങോട്ട് അതിന് ഓപ്പോസിറ്റായിട്ട് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഈ ഫീൽഡിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് കൺസിഡർ ചെയ്യുവാണ്. ദാ എ എന്ന് പറയുന്ന ഈ പോയിന്റ്. ഈ എ എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ പോയിന്റ് ചാർജായ ക്യൂയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലത്തിലായിരിക്കും. നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റിൽ ആദ്യം ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇരിക്കുവാന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് നമ്മൾ മൂവ് ചെയ്യിക്കുവാണ്. അതായത് ബി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റിലേക്ക് ഈ +1 കൂളം ചാർജിനെ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുവാണ്. ചെറിയൊരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അതായത് ഡി എക്സ് ആണ് ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ആണല്ലോ. ഇപ്പോൾ നമ്മുടെ എടുത്തിരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എയിൽ നിന്ന് തൊട്ടടുത്തൊരു ചെറിയൊരു പോയിന്റ് ഡി എക്സ് ഡിസ്റ്റൻസ് അകലത്തിലുള്ള ഒരു ചെറിയൊരു മറ്റൊരു പോയിന്റിലേക്ക് ബിയിലേക്ക് ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യിക്കുമ്പോൾ ചെയ്യുന്ന ആ സ്മോൾ വർക്ക് ഡൺ എന്താണെന്ന് നോക്കാം. സ്മോൾ വർക്ക് ഡൺ, സ്മോൾ ആയത് കാരണം നമുക്ക് കൊടുക്കാം സിമ്പിൾ ഡി ഡബ്ല്യു. ദറ്റ് ഈസ് ഈക്വൽ ടു വർക്കിൻ്റെ ഇക്വേഷൻ എന്നാ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഹിയർ സ്ട്രെങ്ത് ഓഫ് ദ ഫീൽഡ് ദറ്റ് ഈസ് ഇ ഇൻറ്റു, ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരുന്നു? ഡി എക്സ് ആയിരുന്നു അല്ലേ. സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എക്സ് ആയിരുന്നു. അത് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലല്ലേ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്യിക്കുന്നത്. അപ്പോൾ അത് കാരണം മൈനസ് സൈൻ കൊടുത്തേക്കുക. ദാറ്റ് ഈസ് ഡി ഡബ്ല്യു that is equal to minus E into dx ആണല്ലോ. നമുക്കറിയാം ഇവിടെ ഇയുടെ വാല്യൂ എത്രയാണ്? ഇവിടുത്തെ കേസിൽ ഇയുടെ വാല്യൂ എത്രയാ? 1/4πε0 q ഡിവൈഡഡ് ബൈ ആ എ എന്ന് പറയുന്ന പോയിന്റ് എത്ര ഡിസ്റ്റൻസ് അകലത്തിലായിരിക്കുന്നത്? എക്സ് ഡിസ്റ്റൻസ് അകലത്തിലായിരിക്കുന്നത്. അപ്പോൾ q ബൈ എക്സ് സ്ക്വയർ. Therefore dw is equal to minus 1/4πε0 q by x square. ഈക്ക് പകരം നമ്മൾ വാല്യൂ കൊടുത്തു ഇൻറ്റു ഡി എക്സ്. അപ്പോൾ നമുക്ക് സ്മോൾ വർക്ക് എന്താണെന്ന് കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാനായിട്ടാണ് പോകുന്നത്. എവിടെ നിന്ന് എവിടേക്കാണ് ചാർജിനെ കൊണ്ടുവരുന്നത്? യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരുന്നത് ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിന്റ് പി. ഇൻഫിനിറ്റിയിൽ നിന്ന് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പിയിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ടോട്ടൽ വർക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ടോട്ടൽ വർക്ക് ദറ്റ് ഈസ് ഈക്വൽ ടു, ഈ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്താ? ഈ സ്മോൾ വർക്കുകളുടെ എന്തായിരിക്കും? സം ആയിരിക്കും. അപ്പോൾ സം ചെയ്യാനായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. ഇൻ്റഗ്രൽ എവിടെ നിന്ന് എവിടേക്ക്? ഇൻഫിനിറ്റിയിൽ നിന്ന് ആ പി എന്ന് പറയുന്ന പോയിന്റിലേക്ക്. അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് എത്ര ഡിസ്റ്റൻസ് അകലത്തിലാണ്? ആർ ഡിസ്റ്റൻസ് അകലത്തിലായിരിക്കുന്നത്. അപ്പോൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ഡി ഡബ്ല്യു ആണല്ലോ. അതായത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഈ ഓരോ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എക്സ് ആണ്. അപ്പോൾ അങ്ങനെ ഓരോ ചെറിയ ചെറിയ വർക്കുകൾ, അതായത് ഡി ഡബ്ല്യു അങ്ങനെ ഓരോ ചെറിയ വർക്കുകളുടെ ടോട്ടൽ സമ്മായിരിക്കും ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഇൻഫിനിറ്റിയിൽ നിന്ന് പിയിലേക്ക് ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാനുള്ള ടോട്ടൽ വർക്ക്. ഇത് നമുക്ക് വാല്യൂസ് അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ബിക്കംസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ മൈനസ് 1/4πε0 q ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ ഏതാ? എക്സ് ആണ് നമ്മൾ ഇൻ്റഗ്രേഷൻ നടത്തുന്നത്. അപ്പോൾ കോൺസ്റ്റൻസ് ആയ 1/4πε0യും ക്യൂവും അതേമാതിരി ഈ മൈനസ് അതിനെ നമുക്ക് പുറത്തേക്ക് ഇടുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ വരുന്നത്? മൈനസ് 1/4πε0 ക്യൂ, അത്രയും പുറത്ത്. ഇൻ്റഗ്രൽ
ഇൻഫിനിറ്റി ടു ആർ 1/x² dx ആണല്ലോ. ഇനി നമ്മൾ കഴിഞ്ഞ വർഷം പഠിക്കാത്ത മാത്തമാറ്റിക്സ് നിങ്ങൾ പഠിക്കാൻ പോകുന്നുള്ളൂ, ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ വരുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു റിസൾട്ട് ഒന്ന് ഓർത്തിരിക്കണേ. ഇൻ്റഗ്രൽ x⁻n dx. അതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ്, മാത്സിൽ നിങ്ങൾ പഠിക്കും. x⁻n+1/n+1. ഇത് ജനറൽ ഫോർമുലയാണ്, ഇതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് വേണ്ടത് 1/x² dx ആണല്ലോ അല്ലേ. ഇതിനെ ഈ ഫോമിലേക്ക് ആക്കുമ്പോൾ, അതായത് 1/x², ആ x² മുകളിലേക്ക് വരുമ്പോൾ എന്ത് വരും? x⁻². അപ്പോൾ ഇൻ്റഗ്രൽ x⁻² dx ആണല്ലോ. അപ്പോൾ ഈ ഇവിടുത്തെ n-ൻ്റെ പ്ലേസിൽ ഇവിടെ ആരാ വന്നിരിക്കുന്നത്? -2 അല്ലേ. അപ്പോൾ റിസൾട്ട് എങ്ങനെ എഴുതാം? x⁻² -2+1 അല്ലേ, n+1 ഡിവൈഡഡ് ബൈ n+1 എന്നല്ലേ. അപ്പോൾ -2+1. അപ്പോൾ എന്താ വരുന്നത്? x⁻² -2+1 എന്ന് പറയുന്നത് -1 ഡിവൈഡഡ് ബൈ -2+1 എന്ന് പറയുന്നത് -1. ദാറ്റ് ഈസ് -x⁻−1. അതിനെ എങ്ങനെയും കൂടി നമുക്ക് എഴുതാം. x⁻−1നെ 1/x എന്ന് കൊടുക്കാം. അപ്പോൾ -1/x. ഇതാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ നമുക്ക് എഴുതാവുന്നത്? w that is equal to -1/4πε0 q ഇൻറ്റു നമ്മൾ ആ റിസൾട്ട് കൊടുക്കുവാണ്. എന്താണ് നമ്മുടെ റിസൾട്ട്? -1/x. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലോവർ ലിമിറ്റാണ് ഇൻഫിനിറ്റി, അപ്പർ ലിമിറ്റ് r എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു അറേഞ്ച്മെൻറ്റ് നമുക്ക് നടത്താം. ഈ മൈനസ് ഇവിടെ ഉണ്ടല്ലോ, അതിനെയും കൂടെ ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് എന്തായി? പ്ലസ് ആയി. അപ്പോൾ നമുക്ക് എഴുതാം 1/4πε0 q ഇൻറ്റു 1/x. ലോവർ ലിമിറ്റ് ഇൻഫിനിറ്റി, അപ്പർ ലിമിറ്റ് r. അടുത്ത് നിങ്ങൾ മാത്സിൽ പഠിക്കുന്നതാണ്. ഈ വേരിയബിളിൻ്റെ പ്ലേസിൽ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ടോട്ടൽ വർക്ക് ഡൺ w that is equal to 1/4πε0 q ഇൻറ്റു 1/x-ൻ്റെ പ്ലേസിൽ അപ്പർ ലിമിറ്റ് ദറ്റ് ഈസ് r മൈനസ് എക്സിൻ്റെ പ്ലേസിൽ ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ 1/∞. നമുക്കറിയാം 1/∞ വാല്യൂ എത്രയാണ്? 0 ആണ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി ഇക്വേഷൻ? w ഈക്വൽസ് 1/4πε0 q ഇൻറ്റു 1/r ദാറ്റ് ഈസ് q/r. ഈ വർക്ക് ഡൺ ആണ് എന്തായിട്ട് വരുന്നത്? പൊട്ടൻഷ്യലായിട്ട് വരുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ് v ദറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 q/r. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. v ഈക്വൽസ് 1/4πε0 q/r. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. v പ്രപ്പോർഷണൽ ടു 1/r ആണ്. v ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ പോയിന്റ് ചാർജ്. വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ഓർക്കണേ. v ഈക്വൽസ് 1/4πε0 q/r അല്ലേ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? പോയിന്റ് ചാർജിൻ്റെ കേസിൽ E ഈക്വൽസ് 1/4πε0 q/r² അല്ലേ. 1/4πε0 q/r² ദാറ്റ് ഈസ് E പ്രപ്പോർഷണൽ ടു 1/r². അത് ചെറിയൊരു വ്യത്യാസം ഓർക്കുക കേട്ടോ. ഇതാ ഇവിടെ ഡിനോമിനേറ്ററിൽ r ഉള്ളൂ, ഇവിടെ എത്രയുണ്ട്? r² ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്ന് നോക്കിക്കേ. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്. നമ്മൾ എടുക്കുന്ന പോയിൻ്റ് ചാർജ് q എന്ന് പറയുന്ന ചാർജ് O എന്ന് പറയുന്ന പോയിന്റിലിരിക്കുന്നത്. അതിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലത്തിൽ P എന്ന് പറയുന്ന പോയിന്റിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റൈറ്റിലേക്കാണ് നമുക്കറിയാം. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് P എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ in bringing a unit positive charge from infinity to point E.
അതായത് ഇലക്ട്രിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചാർജിനെ മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയൊരു വർക്ക് എന്താണെന്ന് നോക്കി. അതായത് പോയിന്റ് ചാർജിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലത്തിൽ ഒരു പോയിന്റ് എടുത്തു, എ എന്ന് പറയുന്ന പോയിന്റ്. ആ എ എന്ന് പറയുന്ന പോയിന്റിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ പ്ലേസ് ചെയ്തു. ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി. ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് dx ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഫീൽഡിന് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ. അത് കാരണം ചെറിയൊരു വർക്കാണ് അവിടെ നടന്നത്. dw = E × -dx. ആ മൈനസ് സൈൻ വന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ എഴുതാം നമുക്ക് -E × dx. നമുക്കറിയാം ഇയുടെ ഇക്വേഷൻ അല്ലേ, 1/4πε0 q/ അവിടെ ഡിസ്റ്റൻസ് എ എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് x ആണ്. അത് കാരണം q/x². Therefore dw = -1/4πε0 q/x² dx. ഇനി നമ്മൾ ടോട്ടൽ വർക്ക് എന്താണെന്ന് കണ്ടുപിടിച്ചു. എവിടെ നിന്ന് കൊണ്ടുവരുന്നു? ഇൻഫിനിറ്റിയിൽ നിന്ന് പിയിലേക്ക് കൊണ്ടുവരുവാണ് അല്ലേ. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഈ സ്മോൾ വർക്കുകളുടെ സം ആയിരിക്കും. അതിന് നമ്മൾ ചെയ്യുവാണ്, ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ടോട്ടൽ വർക്ക് w = ∞ ആ പോയിന്റിലേക്കുള്ള ദൂരം എത്രയാണ്? r ആണ്. അപ്പോൾ ∞ r dw. dwൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തു. അപ്പോൾ നമ്മൾ നോക്കി, അപ്പോൾ ഇൻ്റഗ്രേഷൻ നടത്തുന്നത് എക്സിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അവിടുത്തെ വേരിയബിൾ എക്സ് ആണ്, ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ബാക്കിയുള്ള ടേംസ് ഒക്കെ കോൺസ്റ്റൻസ്, അതിനെ പുറത്തേക്ക് ഇട്ടു. -1/4πε0 q ഇൻ്റഗ്രൽ ∞ r 1/x² dx. ദെൻ ഇൻ്റഗ്രേഷൻ നമ്മൾ ഓർക്കണം. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഓർക്കാനായിട്ട് ജനറൽ ആയിട്ടുള്ള റിസൾട്ട് ഓർക്കുക. ഇൻ്റഗ്രൽ x⁻n dx = x⁻n+1/n+. ഇവിടെ പവർ എത്രയാണോ വരുന്നത് ആ പവർ +1 / പവർ +1. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ ഇൻ്റഗ്രൽ 1/x² ആണ് അല്ലേ. ആ x² ഈ ഫോമിലേക്ക് ആക്കി മാറ്റുവാണ്, അതായത് മുകളിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ x⁻². അപ്പോൾ n-ൻ്റെ പ്ലേസിൽ എത്ര വരുന്നത്? -2 വന്നിരിക്കുന്നത്. അപ്പോൾ റിസൾട്ട് നേരിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. x⁻² + 1/-2 + 1 that is x⁻1/-1 that is -x⁻1. അപ്പോൾ x⁻1ന് നമുക്ക് എങ്ങനെ എഴുതാം? 1/x എന്ന് എഴുതാമെന്ന് നമുക്കറിയാം. പിന്നെ ആ മൈനസിന് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് നമ്മളവിടെ കൊടുത്തു. -1/4πε0 q × -1/x ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ് കൊടുത്തു. ഈ മൈനസ് എന്തായി? പ്ലസ് ആയി. ×1/x. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ വേരിയബിളിൻ്റെ പ്ലേസിൽ അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/r മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/∞. 1/∞ വാല്യൂ എന്താണെന്ന് നമുക്കറിയാം, 0 എന്നറിയാം. അപ്പോൾ ഈ ടൈം ഇല്ലല്ലോ. അപ്പോൾ ബാക്കി w = 1/4πε0 q × 1/r that is q/r. ഈ വർക്കാണ് എന്ത്? പൊട്ടൻഷ്യൽ അറ്റ് p എന്ന് പറയുന്നത്. അപ്പോൾ v = 1/4πε0 q/r. അപ്പോൾ അതിന് ഓർത്തിരിക്കണേ, v proportional to 1/r ആണ്. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഇക്വേഷൻ E = 1/4πε0 q/r² ആയിരുന്നു അല്ലേ. അപ്പോൾ E proportional to 1/r². ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം, ജസ്റ്റ് ഒരു ഗ്രാഫും കൂടി നോക്കാം. അപ്പോൾ v proportional to 1/r ആണെന്നറിയാം, E proportional to 1/r² ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ്. അതായത് y ആക്സിസിൽ ഇലക്ട്രിക് ഫീൽഡോ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഏത് വേണമെങ്കിലും നമുക്ക് വിചാരിക്കാം. x ആക്സിസിൽ ഡിസ്റ്റൻസ്, അത് അപ് ടു നമുക്ക് ഇൻഫിനിറ്റി വരെ എടുക്കാം അല്ലേ. അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ്, ഇപ്പോൾ രണ്ട് ഗ്രാഫ് ഒറ്റ ഇതിൽ തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ മാറിപ്പോകാണ്ടിരിക്കാൻ നമുക്ക് രണ്ട് കളറിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഈ പ്രപ്പോർഷണൽ ടു 1/r² ഗ്രാഫ് ആദ്യം വരയ്ക്കുമ്പോൾ ആ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഈയുടെ ഗ്രാഫ്. അടുത്തത് ഈ v proportional to 1/r എന്നാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇത് പൊട്ടൻഷ്യലിൻ്റെ ഗ്രാഫ് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്, ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത് ഈയുടെ ഗ്രാഫ്. ഒരു വർക്ക്ഡ് ഔട്ട് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് P ഡ്യൂ ടു എ ചാർജ് ഓഫ്
4 into 10 raised to minus 7 coulomb located 9 centimeter away. അടുത്തത് obtain the work done in bringing 2 into 10 raised to minus 9 coulomb charge from infinity to P. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഒന്ന് പൊട്ടൻഷ്യൽ അറ്റ് പി കണ്ടുപിടിക്കണം, രണ്ട് വർക്ക് എന്താന്ന് കണ്ടുപിടിക്കണം. ആണല്ലോ, നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ചാർജ് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നമ്മളിപ്പോ പഠിച്ചു. V ഈക്വൽസ് 1/4πε0 Q by R എന്നായിരുന്നു നമ്മുടെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് കൊടുക്കാം 1/4πε0 പകരം എന്ത് കൊടുക്കുന്നത്? 9 into 10 raised to 9. ചാർജ് എത്രയാണ് തന്നിരിക്കുന്നത്? ചാർജ് തന്നിരിക്കുന്നത് 4 into 10 raised to minus 7 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് എത്രയാ? 9 സെന്റിമീറ്റർ ആണ്. മീറ്റർ ആക്കുമ്പോൾ 9 into 10 raised to minus 2 അല്ലേ. അപ്പോൾ ഈ 9ഉം കട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 10 raised to minus 2 മുകളിലേക്ക് വരുമ്പോൾ 10 raised to plus 2. അപ്പോൾ ഇവിടെ 10 raised to 9, ഇവിടെ 10 raised to minus 7 into 10 raised to plus 2. അപ്പോൾ ആൻസർ വരുന്നത് 4 into 10 raised to 9 minus 7 plus 2. എത്ര വരുന്നത്? 4. യൂണിറ്റ് എന്താ? വോൾട്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് പി എന്താന്ന് കണ്ടുപിടിച്ചു. കിട്ടിയല്ലോ. അതിന്റെ സബ് ഡിവിഷൻ ആയിട്ട് വരുന്നത് obtain the work done in bringing 2 into 10 raised to minus 9 coulomb charge from infinity to P. എന്താ ചോദിച്ചിരിക്കുന്നത്? കണ്ടുപിടിക്കാൻ വർക്കാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചു പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ V ഈക്വൽസ് W by Q അല്ലേ. അപ്പൊ W is equal to Q into V ആണല്ലോ. V ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ചാർജ് എത്രയായിരുന്നു തന്നിരിക്കുന്നത്? ചാർജ് 2 into 10 raised to minus 9. വാല്യൂ കൊടുക്കുകയാണ് 2 into 10 raised to minus 9. ചാർജ് കൊടുത്തു. പൊട്ടൻഷ്യൽ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ കൊടുത്തു 4 into 10 raised to 4. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 2 into 4 എത്രയാ? 8 into 10 raised to minus 9, ഇവിടെ 10 raised to 4. അപ്പോൾ 10 raised to minus 5. വർക്കല്ലേ? എന്താ യൂണിറ്റ്? ജൂൾ. ഡീറ്റെയിലോ പൊട്ടൻഷ്യൽ ആയിട്ട് പോയിന്റ് പിയും കണ്ടുപിടിച്ചു, അതേമാതിരി വർക്ക് എന്താണെന്നും കണ്ടുപിടിച്ചു. അടുത്ത നമുക്ക് NCERT ടെക്സ്റ്റിലെ ഫസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൽ കൊടുത്തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 2 ചാർജസ്, 2 ചാർജ് തന്നിട്ടുണ്ട്. 5 into 10 raised to minus 8 coulomb and minus 3 into 10 raised to minus 8 coulomb are located 16 centimeter apart. At what point on the line joining the 2 charges is the electric potential 0? അതായത് ഈ 2 പോയിന്റ് ചാർജ് തമ്മിലുള്ള അകലം എത്രയാണ്? 16 സെന്റിമീറ്റർ ആണ്. അവർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിൽ ഒരു പർട്ടിക്കുലർ പോയിന്റില് പൊട്ടൻഷ്യൽ എന്തായിട്ടാണ് വരുന്നത്? 0 ആയിട്ടാണ് വരുന്നത് അല്ലേ. അത് ഏത് പോയിന്റാണ്, അതായത് ആ ചാർജിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലത്തിലാണ് കണ്ടുപിടിക്കണം. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു ഫിഗർ ഒന്ന് നോക്കാം. അതായത് ഇവിടെ ഒരു ചാർജ്, ആ ചാർജ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ 5 into 10 raised to minus 8 coulomb. ആ ചാർജ് ഇരിപ്പുണ്ട്. അടുത്ത ചാർജ് എത്രയാണ്? minus 3 into 10 raised to minus 8 coulomb. ഈ കക്ഷി ഇവിടെ ഇരിപ്പുണ്ട്. അവർ തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാന്ന് തന്നിട്ടുണ്ട്? സെപ്പറേഷൻ 16 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് ആണല്ലോ. ഇനി നമ്മൾ എടുക്കുന്ന ഒരു പോയിന്റ്, ഈ ചാർജുകൾക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം A, B. അപ്പോൾ ഇവിടെ ഈ A എന്ന് പറയുന്ന ഈ 5 into 10 raised to minus 8 coulomb എന്ന് പറയുന്ന ചാർജിൽ നിന്ന് ഒരു X ഡിസ്റ്റൻസ് അകലത്തിൽ നമ്മുടെ ഒരു പോയിന്റ് ഇരിപ്പുണ്ട്. ആ പോയിന്റാണ് P എന്ന് പറയുന്ന ഈ പോയിന്റ്. അത് എത്ര ഡിസ്റ്റൻസ് അകലത്തിലാണ്? X ഡിസ്റ്റൻസ് അകലത്തിലാന്ന് വിചാരിച്ചു. നമ്മൾ അസ്യൂം ചെയ്യുവാണ് ഈ X ഡിസ്റ്റൻസ് അകലത്തിലെ പോയിന്റ് പിയിലാണ് പൊട്ടൻഷ്യൽ 0 ആവുന്നതെന്ന് വിചാരിക്കുക.
അപ്പോൾ ബാക്കിയുള്ള ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ ബി എന്ന് പറയുന്ന ചാർജിൽ നിന്നുള്ള അകലം എത്രയായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് 16 അല്ലേ? ഈ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ 16 മൈനസ് എക്സ് എന്ന് പറഞ്ഞ് കൊടുക്കാം അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും എന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. അതായത് ഈ പോയിന്റ് ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യൽ പ്ലസ് ഈ പോയിന്റ് ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ആണല്ലോ. അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് കിടക്കാം. അതായത് നമ്മൾ കണ്ടുപിടിച്ചത് ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ് ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യൽ പ്ലസ് ബി എന്ന് പറയുന്ന പോയിന്റ് ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യൽ രണ്ടും നോക്കി ആഡ് ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് എന്താ വരുന്നതെന്ന്? 0 വരുന്നു. ആണല്ലോ. അപ്പോൾ നോക്കാം. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ, അതായത് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ എന്താണ്? 1/4πε0 Q/r എന്നല്ലേ നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ എക്സ് ഡിസ്റ്റൻസ് അകലത്തിലാണ്, എയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലത്തിലാണ് പി ഇരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ കൊടുക്കാം? 1/4πε0. ചാർജ് എത്രയാണ്? 5 × 10⁻⁻8. അപ്പോൾ Q/r, ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഹിയർ എത്രയാ? എക്സ് ആണ്. പ്ലസ് ബി എന്ന് പറയുന്ന ചാർജ് മൂലം ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ദറ്റ് ഈസ് 1/4πε0 മൈനസ് 3 × 10⁻⁸. ആ ചാർജിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം എത്രയാ? 16 മൈനസ് എക്സ്. ആഡ് ചെയ്യുമ്പോൾ ആൻസർ ടോട്ടൽ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും എന്ന് പറയുന്നത്? 0 ആയിരിക്കും. ആണല്ലോ. അപ്പോൾ നോക്കിക്കേ, 1/4πε0 1/4πε0 രണ്ട് ടേമിലുണ്ട്. അത് നമുക്ക് ഇപ്പോഴേ അങ്ങോട്ട് കളഞ്ഞേക്കാം. ഈ മൈനസ് സൈനിന് നമുക്കുള്ള ടേം നമുക്ക് ഈ വശത്തേക്ക് എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 5 × 10⁻⁸/x ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ മൈനസ് അപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായി? പ്ലസ് ആയി. അപ്പോൾ 3 × 10⁻⁸ ഡിവൈഡഡ് ബൈ 16 മൈനസ് എക്സ് എന്നാണ് വരുന്നത് അല്ലേ? ഈ 10⁻⁸ അങ്ങോട്ട് കളയാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ വരുന്നത്? 3 × x 3x ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × 16 മൈനസ് എക്സ് ദാറ്റ് ഈസ് 3x ദാറ്റ് ഈസ് ഈക്വൽ ടു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുവാണ്, 5 × 16 എന്ന് പറയുമ്പോൾ 80 മൈനസ് 5 × x ദാറ്റ് ഈസ് 5x. ഈ മൈനസ് 5x ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 3x പ്ലസ് 5x ദാറ്റ് ഈസ് ഈക്വൽ ടു 80. ദാറ്റ് ഈസ് 5 പ്ലസ് 3 ദാറ്റ് ഈസ് 8x ദാറ്റ് ഈസ് ഈക്വൽ ടു 80. ഓർ x ദാറ്റ് ഈസ് ഈക്വൽ ടു 80/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. നമ്മൾ സെൻറ്റിമീറ്ററിലല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? എ എന്ന് പറയുന്ന ഈ പോയിന്റ് ചാർജിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ അകലത്തിലെ പോയിന്റിലായിരിക്കും എന്ത്? പൊട്ടൻഷ്യൽ 0 ആയിട്ട് വരുന്നത്. പിടി കിട്ടിയല്ലോ? ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് ചാർജസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പോൾ ആ പർട്ടിക്കുലർ പോയിന്റിലേക്കുള്ള അകലം എക്സ് ആയിട്ട് എടുത്തു. അപ്പം ഉറപ്പായിട്ടും ബാക്കിയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 16 മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ ഈ ചാർജ് എ എന്ന് പറയുന്ന ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യൽ പ്ലസ് ബി എന്ന് പറയുന്ന ചാർജ് മൂലമുള്ള പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇക്വേഷനിലേക്ക് വാല്യൂസ് നമ്മൾ കൊടുത്തു. ഒരേമാതിരി വരുന്ന ടേംസ് ഒക്കെ കട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് എക്സ് ഈക്വൽസ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ എ എന്ന് പറയുന്ന ചാർജിൽ നിന്ന് 10 സെൻറ്റിമീറ്റർ അകലത്തിൽ പി എന്ന് പറയുന്ന പോയിന്റിൽ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ ഒരാൾക്ക് വേണമെങ്കിൽ ബിയിൽ നിന്ന് അത് എത്ര ഡിസ്റ്റൻസ് അകലത്തിലായിരിക്കും നോക്കിയേ. ടോട്ടൽ 16 സെൻറ്റിമീറ്റർ ആണ്. എയിൽ നിന്ന് പിയിലേക്കുള്ള അകലം 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 16 മൈനസ് 10 ദാറ്റ് ഈസ് 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് പഠിച്ചു അല്ലേ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. എന്തായിരുന്നു ഇക്വേഷൻ? V ഈക്വൽസ് W/Q. അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, ഓർത്തിരിക്കുക. ജൂൾ പെർ കൂളം അല്ലെങ്കിൽ വോൾട്ട് ആണ് അതിന്റെ യൂണിറ്റ്. ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് പഠിച്ചു അല്ലേ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം 1 point to
another point against the electric field. VAB that is equal to WAB by Q. ഇവിടെയും യൂണിറ്റ് എന്ത് തന്നെ? ജൂൾ പെർ കൂളം ഓർ വോൾട്ട്. ഇതും ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ദെൻ നമ്മളൊരു ഡെറിവേഷനിലേക്ക് വരും, ചെറിയൊരു ഡെറിവേഷൻ. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അവിടെ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി. V ഈക്വൽസ് 1/4πε0 Q by R. അതായത് V പ്രപ്പോർഷണൽ ടു 1/R. സിമിലർ ആയിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് E ഈക്വൽസ് 1/4πε0 Q by R² എന്നായിരുന്നു. E പ്രപ്പോർഷണൽ ടു 1/R².